അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. നാം നന്നായി അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ പക്ഷേ നമുക്കറിയാം. എന്നാൽ ജനനം മുമ്പുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോഴുള്ള കാര്യങ്ങൾ, വരുവാനുള്ള കാര്യങ്ങൾ അതേപോലെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പേരാണ് സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം. നിത്യമായത് നമുക്ക് നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്ന. ദൈവ സാന്നിധ്യമാണ് നാം ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതേ കർത്താവിന്റെ ക്രൂശീകരണത്തെ ഓർക്കുവാൻ, നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ആ ക്രിസ്തുവിനെ ധ്യാനിപ്പാൻ, കർത്താവെ ഹല്ലേലൂയ, അതിനോട് അതിനെ ഭാഗവാക്കാക്കണമേ എന്ന് കല്ലിലെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കിയല്ലോ. പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ദൈവാത്മാ നൽകി തന്നത് യോഹന്നാന്റെ സുവിശേഷ ലേഖനം. യോഹന്നാൻ 2-ാം 17 വാക്യം വളരെ സുപരിചിതമായ ഭാഗമാണ്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:17. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു എന്ന് യോഹന്നാൻ തന്റെ അനുഭവത്തിലൂടെ രേഖപ്പെടുത്തുകൊണ്ടേ തീർന്നു. ഇതുവരെ കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിനടുത്ത് നിന്ന യോഹന്നാനെ പറ്റിയൊക്കെ കേൾക്കുവാനേ തീർന്നു. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും നമുക്കറിയാം അന്തിമ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. തന്റെ ജീവിതാന്ത്യ വേളയിൽ താൻ കല്ലിൽ എഴുതിയ ലേഖനങ്ങളാണ് 3 ലേഖനങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. അതിനുശേഷം തന്നെ നീറോ ചക്രവർത്തി തളർച്ചയിട്ടു. കല്ലിൽ തനിക്ക് മരണം സംഭവിക്കാത്തതുകൊണ്ട് പത്മോസിൽ അയച്ചു. പത്മോസിൽ കിടന്ന് ഹല്ലേലൂയ ഭാവിയിൽ ദൈവത്തിന്റെ സഭയ്ക്ക് സംഭവിക്കാനുള്ള ഹല്ലേലൂയ ആ വെളിപ്പാടുകളെ യോഹന്നാന് നമുക്ക് ഏൽപ്പിച്ചിരുവേണ്ടി തീർന്നു. അങ്ങനെ യേശുവിന്റെ ജനനം മുതൽ ക്രൂശീകരണം വരെയുള്ള കാര്യങ്ങൾ സുവിശേഷത്തിലും പുതിയ ദൈവസഭയ്ക്ക് അനുഷ്ഠിപ്പാനുള്ള ശ്രേഷ്ഠമേറിയ ദൂതുകൾ 3 ലേഖനങ്ങളിലും ഭാവിയിൽ സംഭവിക്കാനുള്ളത് തന്റെ വെളിപ്പാട് പുസ്തകത്തിലും തീർന്നതാണ്. കല്ലിലെ ഉള്ളടക്കം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മുഖവര യോഹന്നാനെ പറ്റി കർത്താവിദാസൻ ക്രൂശീകരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രൂശീകരണം അടുത്ത് കണ്ട ഹല്ലേലൂയ യേശുവിന്റെ അമ്മ മറിയയോട് ചേർന്ന് നിന്ന ഹല്ലേലൂയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ഹല്ലേലൂയ ഒരു വ്യക്തിയാണ്. യേശുവിന്റെ ശിഷ്യനാണ്. മാർബോട് ജീവിച്ച സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നൊക്കെ അറിയപ്പെടുന്ന യോഹന്നാന്റെ അനുഭവത്തിന്റെ ആഴമാണ് നാം കേൾപ്പാൻ വായ്പാൻ തീർന്നത്. ഈ വാട്സിലെ കുഞ്ഞുങ്ങൾ മനപ്പാടവാക്യങ്ങളൊക്കെ പറഞ്ഞു. അതിനകത്തൊരു മോഡ് പറഞ്ഞല്ലോ, കളഞ്ഞില്ല അല്ലേ? എന്തോ ടേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നാവിൽ, സി കണ്ണിൽ അല്ലേ? നമ്മുടെ നാവിലും കണ്ണിലും എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും ഹല്ലേലൂയ ഒരുപോലെ അനുഭവിക്കുന്നതാണ് ഹല്ലേലൂയ ടേസ്റ്റ് ആൻഡ് സീ. ഹല്ലേലൂയ യേശുവിനെ സ്വന്തമായ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചു. ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പേ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന കൃപയാണ്. ഹല്ലേലൂയ ദൈവം നല്ലവൻ എന്നുള്ളത്, ഹല്ലേലൂയ യഹോവ നല്ലവനെന്ന് ഹല്ലേലൂയ അറിവിൽ നിന്നും മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് ഇടയായി തീരണം. ഇന്ന് മുതൽക്കാലം നാം അതാണ് അനുഭവിച്ചത്. പഴയ ദൈവഭക്തന്മാർ വിശ്വാസത്താൽ അത് കണ്ടു. ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശീകരണം മുൻപേ കണ്ടുകൊണ്ട് ഹല്ലേലൂയ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ ആ നിവൃത്തീകരണം കാണുവാൻ ഹല്ലേലൂയ യോഹന്നാനെ ദൈവം ഭാഗ്യമൊരുക്കി. ഹല്ലേലൂയ പിൽക്കാലത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഇതെല്ലാം തന്റെ അനുഭവമാണ് നാം വായിച്ചു വന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതും നിലനിൽക്കുന്നതുമാണ് നാം കേൾപ്പാൻ തീർന്നത്. ലോകത്തിൽ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതേ പത്രോസ്ലീഹ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകലതും മൂലപദാർത്ഥങ്ങൾ വെന്തൊഴിവാനുള്ളതാണ്, വെന്തുപോകുന്നതാണ് ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം. എന്നാൽ വേഗം വെന്തുപോകാത്ത ഒന്നത്, നിത്യമായ ഒന്ന് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതാണ് ദൈവങ്ങളുടെ പ്രത്യാശ. കാലവും നാം അതിനാണ് വന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിത്യതയിൽ നിലനിൽക്കുന്ന പ്രാപിപ്പാനാണ്. താൽക്കാലികമായ ഭൗമലോകത്തിന് ഇതെല്ലാം അല്പകാലത്തേക്ക് മാത്രം. അതെല്ലാം സാധാരണ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്ത്യശ്വാസം വലിക്കുന്ന വരെ നമുക്ക് പ്രയോജനപ്പെട്ടാൽ നല്ലത്. അനേകർക്ക് അത് പ്രയോജനപ്പെടുത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ അത് ഹല്ലേലൂയ അവിടെ വരെ നമുക്കത് പ്രയോജനപ്പെടേണ്ടതിന് ഹല്ലേലൂയ മാത്രമല്ല, അതിനപ്പുറത്ത് നിത്യതയിലേത് ഹല്ലേലൂയ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവർ, അതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. ലോകത്തിന്റെ സകല മനുഷ്യർക്കും ഉള്ളതുപോലെ നമുക്ക് ഭൗമശരീരമുണ്ട്, എന്നാൽ അതിനകത്തൊരു ആത്മശരീരമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്
ഹല്ലേലൂയ. എഫെസ്യർ പറയുന്നത് ഹല്ലേലൂയ, അകത്തെ മനുഷ്യൻ അപ്പോൾ ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഭൗമലോകത്തിലേതിനെ ജയിക്കുവാനിടയായി തീരുള്ളൂ. വീണ്ടും പൗലോസ് ഹല്ലേലൂയ റോമാലേഖനത്തിൽ പറയുന്നത് ഈ ജഡം ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ജഡത്തിന്റെ ഒരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിനപ്പുറത്ത് നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മാവിന്റെ പ്രമാണ ദൈവങ്ങളെ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ച് നടന്നാൽ അതുകൊണ്ട് ജഡത്തിന്റെ ഇച്ഛ നിവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ച് നടക്കുവാൻ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഓരോ കൂട്ടുകാരിലും ഇടയായി തീരണം. അതിനുള്ള പ്രബോധനമാണ്, അതിന് നമ്മെ ഒരുക്കിയാണ് ഹല്ലേലൂയ നമ്മുടെ ഓരോ ഹല്ലേലൂയ കൂട്ടുകാരിലും വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്. അറിയാതെ നമ്മെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്, അത് ലോകത്തിന്റെ ശക്തി. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേക്ഷ ചെയ്യുക എന്നുള്ളതാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടം ഹല്ലേലൂയ നാം തിരിച്ചറിഞ്ഞ് അതിനോട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. സന്മാരെ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചതിനെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഹല്ലേലൂയ യാഗമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ നിലനിൽക്കുന്ന നമുക്ക് പ്രാപിപ്പാൻ തരും. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മെ പുറമേ ഉള്ളത് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ ഈ പുറമേ ഉള്ളതിനെ നാം ഹല്ലേലൂയ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ആത്മാവിന്റെ ശക്തി അവൻ നമ്മുടെ മേൽ പകർന്ന ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവേക്ഷ ചെയ്യേണ്ടതിന് നമ്മുടെ മനസ്സിനെ പുതുക്കുവാനിടയായി തീരണം. നമ്മുടെ കൂടെയുള്ളവർ ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിനൊരു പുതുക്കമാണ്, ഒരു പുതിയ ശക്തിയാണ്. എന്തിനു വേണ്ടിയാണത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ശ്രേഷ്ഠത പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ ശക്തി പുതിയതായി വരത്തുള്ളൂ. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലുകളും ഹല്ലേലൂയ ഓരോന്ന് നിർജ്ജീവമാകുമ്പോഴാണ് അടുത്തത് ഹല്ലേലൂയ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ പ്രോസസ് നടക്കുകയാണ്. ഓരോ സെല്ലുകൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയത് ജനിക്കുകയാണ്. എന്തിനാ ഹല്ലേലൂയ? അതുപോലെ അകത്തെ മനുഷ്യന് പുതിയത് ഹല്ലേലൂയ വചന ധ്യാനത്തെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ ഹല്ലേലൂയ ഒന്നിച്ചുള്ള കൂട്ടായ്മയിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ഉയരത്തിലേക്ക് പോകുവാൻ, താഴ്ചയിലേക്ക് പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ ലോകത്തിന്റെ ശരീരത്തിന്റെ ഘടന നമ്മൾ പിടിക്കുമ്പോൾ ആത്മാവിന്റെ ഘടന ഉയരത്തിലേതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ നാശത്തിലേക്ക് പോകുന്ന വിശാലമാണ്. ഹല്ലേലൂയ കൊണ്ട് ഹല്ലേലൂയ ബാല്യപ്രായത്തിലൊക്കെ ജാനിമാക്കാത്ത വഴിയിലാണ് എന്റെ ബാല്യപ്രായം. ഹല്ലേലൂയ ബന്ധുസ്വാദോടെ ഹല്ലേലൂയ വലരും ഹല്ലേലൂയ എന്തായാലും ഉപദേശി വരണം. ഹല്ലേലൂയ ഉപദേശി ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിരന്തരം പറയുന്നു. ഹല്ലേലൂയ പക്ഷെ നരകത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെയാന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പള്ളിയിലെ ഒരാളാ ചോദിച്ചാൽ പറഞ്ഞു, അച്ചായ ഒരു കുഴപ്പമില്ല, പോകുന്ന പോലെ പോയാൽ ഈ സ്വർഗത്തിൽ പോകാൻ ഇച്ചിരി പ്രയാസം. ലോകപ്രകാരം ജീവിക്കാൻ ഒന്നും പ്രയാസമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ, സംസാരത്തെ, പ്രവൃത്തിയെ എടുക്കും. ഹല്ലേലൂയയുടെ വഴിയാണ്. അതേ ഹല്ലേലൂയ കേൾക്കുന്നത് കാണുന്നതിനെല്ലാം പ്രതികരിക്കുവാനുള്ളവരെല്ലാം ഞാൻ ആരാണെന്നുള്ള ഉത്തമ ബോധ്യമാണ് ദൈവത്തിലെ നമ്മെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുവാൻ തരണം. ദൈവേഷ്ടം സ്വയമേ നമുക്ക് ചെയ്യുവാൻ ഹല്ലേലൂയ പ്രാപ്തിയുള്ളവരല്ല. ദൈവേഷ്ടം ചെയ്യുവാൻ പരിശുദ്ധാത്മാവാണ് നമ്മെ ഹല്ലേലൂയ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ ലേഖനത്തിന്റെ ഭാഗത്ത് പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ ഇത് വിട്ട് ഓടണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യനുണ്ട്, ലോകത്തിന്റെ മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ദൈവ സൃഷ്ടാവെന്നുള്ളത് സകല ജീവജാലങ്ങൾക്ക് വേണ്ടതല്ല. ദുഷ്ടന്മാരുടെ പേരും നീതിമാന്മാരുടെ പേരും മഴയും ഹല്ലേലൂയ മഞ്ഞു പെയ്യിപ്പിക്കുന്ന ദൈവം സകല സൃഷ്ടജാലങ്ങൾക്കും ഹല്ലേലൂയ സൃഷ്ടാവെന്നുള്ളത് ഹല്ലേലൂയ ജീവിപ്പാൻ വേണ്ടത് എല്ലാ ഭൂമിലോകത്തിൽ കൊടുക്കുന്നുണ്ടോ? എന്നാൽ അതിനപ്പുറത്ത് സ്വന്തം രക്തം തന്ന് സ്വന്തം ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തത് നമുക്ക് വേണ്ടി നിത്യമായി നൽകേണ്ടതിനാണ്. അത് നിത്യജീവനാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഹല്ലേലൂയ നിത്യമായി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ നാം അതിനായി ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. അത് കണ്ട അപ്പോസ്തലനാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ജീവിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ അപ്പോസ്തലൻ പറയുകയാണ് ഹല്ലേലൂയ ലോകത്തിന്റെ മോഹവും ഹല്ലേലൂയ ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേച്ഛ ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മനുഷ്യനാളുവേ ഇത് വിട്ടോടണം. ഹല്ലേലൂയ എങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിന് വേണ്ടി നല്ല പോർപ്പൊരുതിയെങ്കിലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. ശരീരം എപ്പോഴും നമ്മെ താഴേക്ക് പിടിക്കും. ഹല്ലേലൂയ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ, ഹല്ലേലൂയ താഴ്ചയിലേക്ക് കൊണ്ടുപോകുവാൻ
ഹല്ലേലൂയ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിടിക്കുമ്പോൾ ഹല്ലേലൂയ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ ബലമാണ് ഭേദങ്ങളെ തിരിച്ചറിയുവാൻ നമ്മെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ ഇതെനിക്ക് ചേരുന്നതല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഈ ഹല്ലേലൂയ കൂട്ടുകെട്ട് എനിക്ക് ചേരുന്നതല്ല, ഈ ഹല്ലേലൂയ സംസാരം എനിക്ക് പറ്റുന്നതല്ല, ഈ നിലയിലുള്ള ജീവിതം എനിക്ക് ഹല്ലേലൂയ നിത്യത രക്ഷപ്പെടുന്നതാണ്. ഇത് അകത്തിരുന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ നമ്മെ ഹല്ലേലൂയ പറഞ്ഞു തരുമ്പോൾ, അത്ഭുതത്തെ ആത്മാവ് വാദിക്കുമ്പോൾ ഹല്ലേലൂയ ഇത് വിട്ടിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ അതെ നിത്യജീവൻ എങ്ങനെ പ്രാപിപ്പാൻ തീരണം. അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഹല്ലേലൂയ നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനെ മുറുകെ പിടിക്കുവാൻ ഹല്ലേലൂയ എത്തിയിട്ട് അതേ ഹല്ലേലൂയ ദാവീദിന്റെ അനുഭവത്തിലൂടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ ക്രൂശിക്കുന്ന ദൂരമേ കണ്ട ദാവീദ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹല്ലേലൂയ ഒന്നിലധികം പ്രാവശ്യം ഹല്ലേലൂയ ഉണ്ട്. നിന്റെ ഇഷ്ടജീവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ അതുവരെ ഹല്ലേലൂയ ഇതുവരെ ചെയ്തത് ഹല്ലേലൂയ ഒക്കെ ശരിയാണെങ്കിലും തനിക്ക് വീണ്ടും തന്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്താണ്? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ എന്റെ ദൈവമേ നിന്റെ നാൽപ്പതാം രണ്ടാമത്തെ വാക്യമാണ്, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഹല്ലേലൂയ 143 ഹല്ലേലൂയ 10ാമത്തെ വാക്യത്തിലൊക്കെ ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് എന്താണ് പ്രിയം, എന്താണ് നമ്മുടെ ആഗ്രഹം. ജഡം പറയുന്നു ഹല്ലേലൂയ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്നത് പോലെ, ലോകത്തിൽ എല്ലാവരും പോകുന്നത് പോലെ ഹല്ലേലൂയ പോകണം. എന്നാൽ ആത്മാവ് പറയുന്നു അതല്ല, നാം ദൈവത്തിനോട് വേർതിരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിൽ പരിവർത്തനം വരുത്തുവാൻ ചെയ്തിട്ട് ഹല്ലേലൂയ അതേ ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ ആ സഹോദരനെ പറ്റി ഹല്ലേലൂയ കൊലോസ്യർ വായിച്ച വാക്കുകൾ ചുരുക്കാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഹല്ലേലൂയ 4:14 വാക്യം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. കൊലോസ്യർ 4:12 ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുകയാണ്. എന്തിനു വേണ്ടി? കൊലോസ്യരുടെ ദൈവമക്കൾ ദൈവഹിതം സംബന്ധിച്ച് ദൈവേഷ്ടപ്രകാരം അവരുടെ ജീവിതം നയിക്കേണ്ടതിന് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവേഷ്ടപ്രകാരം പൗലോസ് അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളിൽ ഒരുവൻ എന്റെ കൂടെ എന്റെ അനുഭവത്തിൽ ഞാൻ തൊട്ടതും ഞാൻ അനുഭവിച്ചതും എന്ന് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നതിൽ ഈ പ്രിയപ്പെട്ടവരെ പറ്റി പറയുന്നത് എന്താണ്? ഹല്ലേലൂയ നിങ്ങൾ തികഞ്ഞവരാകണം. ഹല്ലേലൂയ ദൈവഹിതം സംബന്ധിച്ച് ഹല്ലേലൂയ പൂർണ്ണ നിശ്ചയമാവണം. ദൈവത്തിന്റെ ഹല്ലേലൂയ ഹിതം എന്താണ്? ഓരോരുത്തരെ പറ്റി ഓരോ നിലയിലാണ്. ദൈവത്തിന്റെ ഇഷ്ടം പൊതുവായിട്ടുള്ളതുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ നാം വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരായിത്തീരണം. ഹല്ലേലൂയ വാസ്തവമായി നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശിഷ്യരായി തീരുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നതാണ്. വചനം ജഡമെടുത്ത നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയിൽ സത്യം നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്നല്ല യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ഈ യേശുവിനെ കണ്ടുകൊണ്ടാണ്, ഈ യേശുവിനെയാണ് നാം ഭക്ഷിച്ചത് എങ്കിൽ യേശുവിന് ഒരു പദ്ധതിയുണ്ട്. നമ്മിൽ ഓരോരുത്തരെ നിവർത്തിപ്പാൻ ദൈവം നമ്മെ ലോകത്തിലാക്കിയിരിക്കുകയാണ്. നാം ആരും സ്വയമേ വന്നവരല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമിയിൽ ജനിച്ചതല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പരിധിക്കപ്പുറം നാം പലതും ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചതുപോലെയല്ല നാം വന്നത്. ചിന്തിച്ചു നോക്ക്, ശാന്തമായി ചിന്തിച്ചാൽ അറിയാം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നമ്മെ ഇതിനോളം കൊണ്ടുവന്നെങ്കിൽ തുറന്ന് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാമായി തീരുന്നതിലാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം നാം വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിലെത്തുക എന്നുള്ളതാണ്. അതേ യേശു ക്രൂശിൽ പറഞ്ഞ മൊഴി പോലെ സകല നിവർത്തിയായി. നമുക്ക് പറയുവാൻ തരണം. ഈ ഭൗലോകം വിട്ടുപോകുമ്പോൾ അതേ കർത്താവേ എന്നെ ഏൽപ്പിച്ച ദൗത്യം, അതാത് മനുഷ്യൻ അതാത് ശരീരം ദൈവമാണ് നൽകിയത്. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുവാൻ ദൈവേക്ഷ ചെയ്ത് ബാധ്യത പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. എപ്പഫ്രാസിനെ പോലെ നമുക്കായി തീരാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവേഷ്ടപ്രകാരമായി തീരുവാൻ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിലൂടെ നിൽപ്പാൻ ഫലമുള്ളവരായി തീരുവാൻ, അധികം ഫലമുള്ളവരായി തീരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ഹൃദയമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.